പെട്ടെന്നാണ് അസുഖം വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു വന്നത്. വീട്ടിലേക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അസുഖം പിടിപെട്ടത്. ഇപ്പോൾ കീമോ ചെയ്യുന്നതാണ്. മുടിയൊക്കെ പോയി. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ ഒരു അപേക്ഷ വെക്കുകയാണ്. ദയവ് ചെയ്ത് 18 വയസ്സും മാത്രം പ്രായമുള്ള നവനീത് എന്ന് പറയുന്ന ഈ മോനിക്ക് നേരെ ആരും മുഖം തിരിച്ചു പോകരുത്. അക്യൂട്ട് മൈലോയ്ഡ് ലുക്കീമിയ എന്ന് പറയുന്ന അതിമാരകമായ ബ്ലഡ് ക്യാൻസർ അസുഖത്തിന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ഈ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ കണ്ടെത്തേണ്ടത് 40 ലക്ഷത്തോളം രൂപയാണ്. ഈ കുടുംബത്തിന് സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ തുകയാണത്. നമ്മൾ സഹായിച്ചാൽ, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ സാധിക്കും. അസുഖം മാറിയിട്ട് ഇനി പഠനം പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. എല്ലാവരും പോലെ സാധാരണ കൂട്ടുകാരൊക്കെ ആയിട്ട് കോളേജിലും നാട്ടിലും പഠിക്കണം. അച്ഛനമ്മയും സഹായിക്കണം ഒക്കെയാണ് ആഗ്രഹം. എല്ലാവരും പോലെ സാധാരണ രീതിയിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് കാരണം അസുഖം പിടിപെടുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വരണം. അപ്പോൾ എല്ലാവരും സഹായിക്കണം. എല്ലാവരും സഹായം ആവശ്യമാണ്. എൻ്റെ മോന് പെട്ടെന്നാണ് ഈ അസുഖം പിടിപെട്ടത്. ഒരു 15 ലക്ഷം രൂപയോളം ഇതുവരെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടാണ് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ മോൻ്റെ മജ്ജെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇവനെ ചികിത്സിക്കാനായിട്ട്. ഒരു 40 ലക്ഷം രൂപയോളം മൊത്തം നമുക്ക് വേണമെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഒരു മാർഗം മുന്നിലില്ല. എല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ മോന് പറഞ്ഞിരിക്കുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ 40 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായും തിരിച്ചു വരുന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം അതിനായിട്ട് ഞങ്ങൾക്ക് ഫണ്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ സഹായവും വേണം. അവൻ തിരിച്ച് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരാനും അവൻ നല്ലൊരു ജോലിയിൽ ഇതാക്കാനും നിങ്ങളെല്ലാവരെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു വയസ്സായ അമ്മയും ഭർത്താവിനും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ ജോലിയുള്ളൂ. ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമാണ് മുന്നോട്ട് പോകാനായിട്ട്. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷെയ്ഖിനാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാം മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ട നവനീത് എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരന് അക്യൂട്ട് മൈലോയ്ഡ് ലുക്കീമിയ AML എന്ന് പറയുന്ന ഗുരുതരമായ ബ്ലഡ് ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട അസുഖമാണ്. ഏകദേശം 1.5 മാസമായിട്ട് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോൾ നടക്കുന്ന കീമോ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അവന്റെ അനുജനായ ഈ മോനാണ് ചേട്ടന് ബോൺ മാരോ നൽകാനായിട്ട് ടെസ്റ്റുകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 40 ലക്ഷത്തോളം രൂപയാണ് വളരെ പെട്ടെന്ന് തന്നെ നവനീതിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കണ്ടെത്തേണ്ടത്. നവനീതിന്റെ അച്ഛനായ സുനിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പരിചയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തുച്ഛ വരുമാനക്കാരനാണ്. ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ലക്ഷത്തോളം രൂപ ഈ മോനെ ചികിത്സിക്കാനായിട്ട് കടം വാങ്ങിയും മറ്റുള്ളവരുടെ സഹായം കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ, ഇനിയും മുന്നോട്ടുള്ള തുടർ ചികിത്സ കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ വള്ളിവട്ടത്തുള്ള യൂണിവേഴ്സൽ എഞ്ചിനീയർ കോളേജിൽ ബിടെക് ആദ്യ വർഷ വിദ്യാർത്ഥിയാണ് നവനീത്. 18 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഇനി നമ്മുടെയൊക്കെ കാര്യമുണ്ടെങ്കിൽ മാത്രമേ 40 ലക്ഷം എന്ന് പറയുന്ന വലിയ തുക കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കൽ പഞ്ചായത്ത് 18-ാം വാർഡിലെ വള്ളിവട്ടത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇവിടെ നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട്
വലിയൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് നവനീതിന് വേണ്ടിയിട്ടുള്ള 40 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും ചേർന്ന് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളാൽ കഴിയാവുന്നത് അയച്ചു നൽകിയും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും കൂടി ഉണ്ടാകണം. ഞാൻ ഷിബിൻ ആക്ലിപ്പറമ്പില് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡില് പ്രിയപ്പെട്ട സുഹൃത്താണ് സുനിച്ചേട്ടൻ. പുഴക്കടവിൽ തൈവളപ്പിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നവനീതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരണത്തിനായിട്ട് നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സുലേഖ അബ്ദുള്ളക്കുട്ടി, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. നിലവിൽ ചികിത്സയ്ക്കായി 20 ലക്ഷത്തിൽ താഴെ രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഷക്കീല ടീച്ചർ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വെള്ളാങ്കല്ലൂർ ഡിവിഷൻ മെമ്പറാണ്. നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം തന്നെ പൈസ, ചികിത്സാ സഹായത്തിനായിട്ടുള്ള പണം കണ്ടെത്തേണ്ടതിന്റെ ഒരു അനിവാര്യതയുണ്ട്. ഈ അവസരത്തിൽ എല്ലാ നാട്ടുകാരും ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാവണമെന്നും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൈത്രിയുടെ പ്രസിഡന്റാണ്. ഈ സംരംഭം വിജയിപ്പിച്ച് എല്ലാവരിലേക്കും അതേപോലെ തന്നെ സകല ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദിലീപ് പോത്തുംകടവിൽ, ഇവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. നമ്മൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമകൻ എന്ന നിലയിൽ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതൊരു 10-18 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, അവൻ ഒരുപാട് ജീവിതം ബാക്കിയെടുക്കുകയാണ്. നമ്മളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി എല്ലാവരെയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ യജ്ഞത്തിൽ മുന്നേറാം. നമസ്കാരം. നമ്മുടെ പ്രിയ സുഹൃത്ത്, നമ്മളൊപ്പം കളിച്ചു വളർന്ന നവനീത് ക്യാൻസർ ചികിത്സയിലാണ്. അപ്പോൾ അവന് സഹായമായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.